ഹായ്, സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കിഡിലിനായിട്ടുള്ള നാടൻ ചക്കക്കുരു മെഴുക്കുരുട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ചക്കക്കുരു ചേർത്ത് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്തൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഒക്കെ വെന്ത് ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വേവിക്കണം. പിന്നെ ഞാൻ ഇതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്തെടുക്കാം. ഇതൊന്ന് വഴന്നു വരണം. ചുവന്നുള്ളിക്ക് പകരം നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ച് ചക്കക്കുരു ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ മസാലയൊക്കെ ചക്കക്കുരുവിൽ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അടി പിടിച്ചു പോകാതെ നോക്കണേ. നമ്മളൊന്ന് ഇപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.